കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവവചന പഠനത്തിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വളരെ ഗൗരവമായ ഒരു പഠനത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. കഷ്ടത എന്നുള്ള വിഷയത്തെ വളരെ മനോഹരമായ നിലയിൽ പത്രോസ് എടുത്ത് വിഭജിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്നത്തെ ക്രൈസ്തവ ഗോളം കഷ്ടതയെ ശാസിക്കുമ്പോൾ, എസ്പെഷ്യലി ഇന്നത്തെ യൂത്ത്സ് ബോധമില്ലാത്ത നിലയിൽ ആ കഷ്ടത എന്നുള്ള വിഷയത്തെ വളരെ വികൃതമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവജനമേ, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കഷ്ടത. വളരെ നിസ്സാരമായി കാണുന്ന ഒരു അനുഭവമായിട്ട് ഇന്നത്തെ യൂത്ത്സിനും പലർക്കും പ്രിയപ്പെട്ടവർക്കും ആയിത്തീർന്നിരിക്കുകയാണ്. കഷ്ടതയുടെ മഹത്വം എന്താണെന്ന് അറിയാത്ത പെന്തക്കോസുകാർ, കഷ്ടതയുടെ വില, അതിൻ്റെ നിലവാരം, അതിലൊളിഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കലവറ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ക്രൈസ്തവ സമൂഹം, ഞാൻ അവരെ ഓർത്ത് ലജ്ജിക്കുന്നു, അവരെ ഓർത്ത് എൻ്റെ തല താഴ്ത്തുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാനും അങ്ങനെ ആയിരുന്നു. ദൈവവചനം ആഴത്തിൽ ദൈവവൃത്യന്മാരിൽ നിന്ന് പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ, അതിൻ്റെ വ്യക്തത നമുക്ക് ലഭിക്കാനിടയായത്. അന്ന് മുതൽ ഞാൻ അതിനെക്കുറിച്ച് ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിഷയത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാം. മറ്റ് ലോകകാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. യുദ്ധമൊക്കെ കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഇസ്രയേലിനെതിരെ ശക്തമായ യുദ്ധം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇറാനെതിരെ ശക്തമായ യുദ്ധം ഇസ്രയേലും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ വലിയ കൊടിയ നാശം സംഭവിച്ചിരിക്കുന്നത് ഇറാനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ യുദ്ധത്തിൽ ഇസ്രയേൽ തകരില്ല. എന്നാൽ ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഇറാൻ, പേർഷ്യ, റഷ്യക്ക് പിന്നാലെ അണിനിരന്ന് ടർക്കി, പിന്നെ അതുപോലെ ചില അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് ഇസ്രയേൽ പർവ്വത നിരകളിൽ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ വരും. അവിടെ ഇസ്രയേൽ പരാജയപ്പെടും. 2/3 അവർ യുദ്ധം ചെയ്ത് നശിപ്പിക്കും. ബാക്കി 1% ശേഷിക്കുന്ന ജനം കുത്തിയവങ്കിലേക്ക് നോക്കി, ഞങ്ങളുടെ മശിഹയെ ഞങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ചു, അതിൻ്റെ ശിക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കി അവർ മാനസാന്തരപ്പെട്ട് അനുതപിച്ച്, യാചനയുടെയും മാനസാന്തരത്തിൻ്റെ ആത്മാവിൻ്റെ ദൈവം പകർന്ന്, സകര്യാപുരാണത്തിലും മറ്റു ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല. അങ്ങനെ അവർ അനുതപിച്ച് കഴിയുമ്പോൾ ഇസ്രയേൽ പർവ്വത നിരകളിൽ കാലുവെച്ച ഈ ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്ത ഒരൊറ്റ പടയാളി പോലും തിരിച്ചു പോരാതെ ആ ഇസ്രയേൽ പർവ്വത നിരകളിൽ അവരെ മരിച്ചു വീഴും. പ്രകൃതിക്ഷോഭത്താലും തമ്മിത്തല്ലിയും അവരെ ദൈവം നശിപ്പിക്കും. അവരുടെ രക്തം കുടിക്കാനും അവരുടെ മാംസം തിന്നാനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒരു വലിയ വിരുന്ന് ആ ഇസ്രയേൽ പർവ്വത നിരകളിൽ ഒരുക്കുന്നു എന്നൊക്കെ പ്രവാചകൻ യെഹെസ്കേൽ പ്രവാചകൻ 38-39 അധ്യായങ്ങൾ സസൂക്ഷ്മം എൻ്റെ ശ്രോതാക്കളൊന്ന് വായിച്ച് പഠിച്ചോണം. അങ്ങനെ ഇസ്രയേലിനെതിരെ ദൈവം യുദ്ധം ചെയ്യും. സ്തോത്രം. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. അതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങളും
അതിൻ്റെ തുടർ വിഷയങ്ങളൊന്നും ഞാൻ പറയാൻ താല്പര്യമില്ല. ഞാനൊരു വാക്യം വായിച്ചിട്ട് ഒരു ചാപ്റ്റർ വായിച്ച് അതിൻ്റെ പഠനത്തിലേക്ക് പൂർത്തീകരിക്കാതെ ഇതൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരിക. നമ്മൾ ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സങ്കീർത്തന പുസ്തകത്തിൽ അങ്ങനെ ഉണ്ട്. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അവരെ രക്ഷിക്കട്ടെ, കർത്താവ് അവരെ സംരക്ഷിക്കട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുന്നു. ഏകദേശം 12 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. കഷ്ടതയെ പത്രോസ് ഇവിടെ ഒന്ന് വിശദമായി പഠിപ്പിക്കുക. കഷ്ടതയുടെ മർമ്മം എന്താണെന്ന് പത്രോസ് പഠിപ്പിക്കുക. 3 നിലയിൽ കഷ്ടതയെക്കുറിച്ച് പത്രോസിൻ്റെ ശക്തമായ പ്രബോധനം നമ്മൾ ഒന്ന് പഠിക്കാൻ പോവുക. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പൊ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ, ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങൾ, വിശ്വാസ ജീവിതം നയിക്കുന്നത് മുഖാന്തരമുള്ള കഷ്ടതകൾ, ഒരു ദൈവപൈതലായി തീർന്നതിന് ശേഷമുള്ള കഷ്ടതകൾ, ഈ ശ്രദ്ധിച്ച് പഠിച്ചോണേ. ഇത് വളരെ വിശദമായിട്ട് നമ്മൾ ഇന്ന് രാത്രി ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കുക. കഷ്ടതയെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും വേദപുസ്തകവുമായിട്ട് ബന്ധമില്ലാത്ത പ്രിയപ്പെട്ടവരും കഷ്ടതയെ ശാസിച്ച്, കഷ്ടതയെ ഫത്സിച്ച്, കഷ്ടത വേണ്ടെന്ന് പറഞ്ഞ് അവരെ അലമുറയിട്ട് കരയുമ്പോൾ സാത്താൻ അവരുടെ കരച്ചിലും പ്രാർത്ഥനയും കേട്ട് അവർക്ക് സമ്പത്ത് കൊടുത്ത് കഷ്ടത എന്നുള്ള ആ മഹത്തരമായ അനുഭവം വിശ്വാസിയിൽ നഷ്ടപ്പെട്ടിട്ട് സമൃദ്ധിയുടെ മടിത്തട്ടിലേക്ക് സാത്താൻ അവരെ നടത്തി ആ സമൃദ്ധിയിൽ കിടന്ന് സുഖിക്കുന്ന സുഖിയന്മാരായ ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങളെ ഇന്നത്തെ ആത്മീയ കോളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. അവർക്ക് കഷ്ടതയുടെ മർമ്മം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. കഷ്ടതയുടെ മഹത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്ന മഹത്തരമായ വചനത്തിന്റെ വെളിപ്പാട് അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയി. യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ച് തികഞ്ഞവനായെങ്കിൽ കർത്താവിൻ്റെ മക്കളാകുന്ന നമുക്കും കഷ്ടമനുഭവിച്ച് തികയാനായിട്ട് നമുക്കും കഴിയണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വാത്സല്യ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസഭയെ, കഷ്ടതയുടെ മഹത്വം എന്താണെന്ന് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം മറന്നുപോയി. നല്ലൊരു ശതമാനം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, 2 അന്യഭാഷ പറഞ്ഞു, ഇങ്ങോട്ട് കൂട്ടായ്മയെ ആചരിച്ച് പഴയ പാപജീവിതത്തിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ഇങ്ങോട്ട് വന്നു. കഷ്ടതയൊക്കെ മാറി സന്തോഷമായി, സമൃദ്ധിയായി, പ്രതീക്ഷിക്കാത്തതിനേക്കാൾ ഉപരി സമ്പത്ത് കൊണ്ട് അവർ നിറയപ്പെട്ടു. കാൽ വെക്കുന്നിടത്തൊക്കെയും അനുഗ്രഹമായി മാറി. പഴയ നിയമത്തിൽ പറയുന്ന പോലെ നീ പോകുന്നിടത്തൊക്കെയും ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കൊട്ടയും തൊട്ടിയും എല്ലാം അനുഗ്രഹിക്കപ്പെടും. ആവർത്തന പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയും. 28-ാം അധ്യായത്തിൽ നീ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം അനുഗ്രഹം, 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 അനുഗ്രഹം. അല്ലയോ ക്രൈസ്തവ സമൂഹമേ, ഈ അനുഗ്രഹം എന്താണെന്ന് പുതിയ നിയമത്തിലൂടെ ഞാൻ നിങ്ങളെ ഒത്തിരി പ്രാവശ്യം വായിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എഫെസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പുതിയ നിയമസഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീയമായിട്ടാണ്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട
ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ആത്മീയമായിട്ടാണ്, ഭൗതികമായിട്ടല്ല. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക. കഷ്ടതയാ. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. അതും കഷ്ടത അനുസരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ കഷ്ടതയുടെ യഥാർത്ഥ ചിത്രം അപ്പോസ്തലന്മാരാണ് നമുക്ക് വരച്ചു തരുന്നത്. പഴയ നിയമത്തിൽ അത് കിട്ടത്തില്ല, അത്ര കണ്ട്. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ കടന്നു പോയതേ. അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല, കുത്തുകൊണ്ട് അവർ പോവുകയായിരുന്നു. അവർ കഷ്ടതയിലും സന്തോഷിച്ചവരാ, കഷ്ടതയിലും പാട്ട് പാടിക്കൊണ്ടിരുന്നവരാ, കഷ്ടതയിലും അവര് എല്ലാ നിലയിലും പ്രത്യാശയോടെ ജീവിതം മുൻപോട്ട് നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ഒരു സംഘമാണ് ആദിമ അപ്പോസ്തലന്മാർ. അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ തന്നെ കർത്താവ് വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ച ആ പ്രത്യാശയും സന്തോഷവും സമാധാനവും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കഷ്ടത മാറ്റപ്പെട്ടു, കഷ്ടത മാറി, സമൃദ്ധിയായി. നമ്മുടെ എറണാകുളം പട്ടണത്തിലെ ഒരു പാസ്റ്ററിന് ആ സഭ കൊടുത്തത് 1 കോടി രൂപയുടെ ഒരു കാറാണ്. ഞാനത് ആ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്ക് എന്തോ തോന്നുക, സങ്കടം തോന്നി. ഈ പറയുന്ന ഉപദേശമാണെങ്കിൽ ദുരുപദേശമേ വായിന്ന് വരുള്ളൂ. ഒരക്ഷരം ദൈവവചനത്തിലൂടെ ഉപദേശമായി പറയാൻ കരഞ്ഞൂടാത്ത ഒരു മാന്യനാണ് ഇദ്ദേഹം. പ്രസ്ഥാനവും സഭയും പേരും ഒന്നും ഞാൻ പറഞ്ഞ് നാണക്കെടുത്തുന്നില്ല. ഇത്രയും നാളെ ഞങ്ങളെ ദുരുപദേശം പറഞ്ഞ് നടത്തിയതിന് 1 കോടി രൂപയുടെ ഒരു കാറ് 52, 50, 55 വയസ്സോ തികഞ്ഞപ്പോൾ സഭ കൊടുത്തു അത്രേ. അത് യൂട്യൂബിൽ എടുത്തിട്ട് പ്രശംസിക്കുന്നു. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ അവഹേളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, കഷ്ടതയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം വേദപുസ്തകത്തിലൂടെ. പഴയ നിയമ, പുതിയ നിയമ വിശുദ്ധന്മാർ, പ്രവാചകന്മാർ എല്ലാവരെയും നമ്മൾ അവരുടെ ചരിത്രങ്ങൾ എടുത്ത് ചികഞ്ഞ് കോഴി ചിക്കുന്ന പോലെ ചിക്കി പഠിക്കുമ്പോൾ കഷ്ടതയിലൂടെ പോയ ഭക്തന്മാരുടെ ചരിത്രമാണ് വേദപുസ്തകം നമുക്ക് തരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർക്കും അങ്ങനെ മറ്റു പലർക്കും ഈ കഷ്ടത വേണ്ടെന്നും കഷ്ടതയെ ശ്വാസിക്കുകയും കഷ്ടതയെ അവര് സ്വത്രം തലോടാതെ കഷ്ടതയെ അവർ വെറുക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതിന്റെ കാരണമെന്ത്? ഞാൻ അതിനൊരൊറ്റ മറുപടി പറഞ്ഞാൽ, സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ച പോലെ അവർ ചതിച്ചിട്ടിരിക്കുക. ഗലാത്യർ 3:1 പറയുന്ന പോലെ എന്താ, അവരെ ശുദ്ധന ചെയ്ത് മയക്കിയിട്ടിരിക്കുക. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ നമുക്ക് കിട്ടുന്നത് കഷ്ടതയിലൂടെയാണ്. കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത, സിദ്ധത പ്രത്യാശ. പ്രത്യാശയില്ലാതെ നമുക്ക് കർത്താവിൻ്റെ വരെ പോകാൻ പറ്റുമോ? നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ 1 തെസ്സലോനി 4-ാം അധ്യായത്തിൽ. അപ്പോൾ ഈ കഷ്ടതയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഈ ദൂത് ഇത്ര ശക്തിയോടെ പറയാനുള്ള കാരണം, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും അവരുടെ ശിങ്കിടികളും ചേർന്ന് കഷ്ടതയെ വികൃതമാക്കി, വികലമാക്കി, ആ കഷ്ടതയുടെ മഹത്വം അവരെ കൊന്നു കുടിച്ചു മൂടി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആ വചനം ശക്തിയോടെ പറയുന്നു. കഷ്ടതയുടെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. ആരാ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുന്നവർക്ക്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നവർക്ക് അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും.
അപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ സന്തോഷിക്കാതെ കഷ്ടതയെ ശാപം വന്നിടുകയും കഷ്ടതയെ ശാസിച്ചകറ്റുകയും സമൃദ്ധി വാങ്ങി സമൃദ്ധിയുടെ മടിത്തട്ടലിൽ കിടന്ന് സുഖിക്കുന്ന സുഖിയന്മാരുടെ അവസ്ഥ എന്താ? ഈ വാക്യത്തിന്റെ മുമ്പിൽ നമ്മൾ പഠിക്കുമ്പോൾ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് അവർ നടത്തപ്പെടാൻ കഴിയത്തില്ല. തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ കഷ്ടതയെ ശാസിക്കുന്നവർക്കും കഷ്ടത വേണ്ടെന്ന് പറയുന്നവർക്കും കഷ്ടത മാറി സമൃദ്ധിയിലേക്ക് വന്നവർക്കും കഴിയുകയില്ല. പാഷന്മാരെ ഒത്തിരി ഞാൻ എടുത്ത് പഠിച്ചു, വിശ്വാസത്തെ ഞാൻ ഒത്തിരി എടുത്ത് പഠിച്ചു, ഉൽപ്പത്തി മുതൽ വെളിപ്പാടിലുള്ള പുസ്തകത്തിലെ പല കഥാപാത്രങ്ങൾ എടുത്ത് പഠിച്ചു, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട കർത്താവിൻ്റെ വിലപ്പെട്ട ശുശ്രൂഷ വൃന്ദങ്ങളെ ഞാൻ എടുത്ത് പഠിച്ചു, പഴയ നിയമ പുതിയ നിയമ പ്രവാചകന്മാരെ ഞാൻ എടുത്ത് പഠിച്ചു. അവരെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ അതിഗായകനാണ് മോശ. മോശയുടെ ദ ഫസ്റ്റ് 40, സെക്കൻഡ് 40, തേർഡ് 40 3 കാലഘട്ടങ്ങളായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. സ്തോത്രം. ഉൽപ്പത്തി പുറപ്പാട് പുസ്തകങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ഈ 3 കാലഘട്ടങ്ങളിലും, ഉൽപ്പത്തിയിലല്ല പുറപ്പാടിലാണല്ലോ അതിൻ്റെ ശരിയായ പഠനം, 3 അവസ്ഥയിൽ 3 കാലഘട്ടം 40 120 വർഷമാണല്ലോ മോശ ജീവിച്ചിരുന്നത്. ഇതിൽ ആദ്യത്തെ 40 വർഷം കുഞ്ഞായി കിടന്നപ്പോൾ അവൻ കഷ്ടത അനുഭവിച്ച അവസ്ഥ. കൊട്ടാരത്തിൽ നിന്നിറങ്ങി സ്തോത്രം ദൈവജനത്തോട് അവൻ കഷ്ടം അനുഭവിച്ചു. അവൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ അവൻ കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. എന്ന് വേണ്ട കഷ്ടതയുടെ ഒരു മഹാഘോഷയാത്ര തന്നെയായിരുന്നു. കഷ്ടതയിൽ അവനെ തികച്ചെടുത്ത് ഇസ്രായേൽ മക്കളെ 40 വർഷം ശക്തമായി മരുഭൂമിയിൽ നടത്തുവാൻ ദൈവം അവനെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അവന്റെ ജീവിതം കഷ്ടതയുടെ തീച്ചൂളയായിരുന്നു. എബ്രായ ലേഖന കർത്താവ് പറയുന്ന ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. അതെന്താ എബ്രായ ലേഖന കർത്താവ് പറയുന്നേ? എങ്ങനെയാ അതിനെക്കുറിച്ച് പറയുന്നേ? നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം, ഹല്ലേലൂയ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന് തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. കഷ്ടതയെ ശാസിക്കുന്ന മാന്യന്മാർ ഈ വാക്യം ഒന്ന് കേട്ടോണം. മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുകയില്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന ആ മനുഷ്യന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നിടുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു തോന്നു. മോശ കഷ്ടത തെരഞ്ഞെടുത്തു. യോസഫ് തീച്ചൂളി കഷ്ടതയാകുന്ന തീച്ചൂളയിലൂടെ പോയി. പഴയ നിയമത്തിലെ ഭക്തന്മാരായ അതിഗായകന്മാർ കഷ്ടതയിലൂടെയാണ് പോയത്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ പ്രവാചകന്മാർ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി. ചെറിയ പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാർ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിക്കുമ്പോൾ കർത്താവ് ഒരു വലിയ പ്രവാചകനാണ്, കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ പ്രവാചകന്മാരാണ്. ഇവരെല്ലാം കഷ്ടതകളിലൂടെ തികഞ്ഞു വന്നു, കഷ്ടതയിലൂടെ കടന്നുപോയി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അംശികളായി മാറി. അവരെല്ലാം ദൈവരാജ്യത്തിലുണ്ട്. ഇന്നത്തെ ഭക്തന്മാർ കഷ്ടതയെ തള്ളിക്കളഞ്ഞ്, കഷ്ടതയെ ശാസിച്ച്, കഷ്ടതയെ ഫത്സിച്ച് സമൃദ്ധി പ്രാപിച്ചിട്ട് അവരെങ്ങോട്ടാ ഈ യാത്ര ചെയ്യുന്നത്? ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ദണ്ണമുണ്ടോ? എനിക്ക് ദണ്ണമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ അവരെ ഓർത്ത് കരയുന്നു. ഹല്ലേലൂയ. തീച്ചൂള സമാനമായ കഷ്ടതയിലൂടെയാണ് ദൈവം നമ്മെ തികഞ്ഞവനാക്കുന്നത്. ഇസ്രായേൽ മക്കളെ യെരൂശലേമിൽ കൂട്ടി വരുത്തി ഉലയിലിട്ട് ഉരുക്കി, കഷ്ടതയുടെ തീച്ചൂലൂടെ ഇട്ട് ഉരുക്കിയെടുത്താണ് ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി അവരെ തീർക്കാൻ പോകുന്നത്. പഴയ നിയമ പുതിയ നിയമ ഭക്തന്മാർ, ശുശ്രൂഷന്മാരെല്ലാം കഷ്ടതയിലൂടെ കടത്തിവിട്ടാണ് അവരെ തികഞ്ഞവരാക്കിയത്. എന്ത് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും ഈ വികലമായ നിലയിൽ ഈ കഷ്ടതയെ പഠിപ്പിക്കുന്നത്?
അതെ, സാത്താൻ അവരുടെ തലമണ്ടയെ കുരുടാക്കിയിട്ടിരിക്കുക, അവരെ ശുദ്ധം ചെയ്ത് മയക്കിയിട്ടിരിക്കുക. ഈ അവസ്ഥയിൽ നിന്ന് അവർ പുറത്തേക്ക് വരണം. ഹോരബദല ശങ്കരദലബദല. അല്ലെങ്കിൽ ഒരു നിത്യത പ്രാപിക്കാൻ പറ്റുകയില്ല. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അത് പറഞ്ഞപ്പോൾ റോമാലേഖനത്തിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലോട്ട് കയറി വരികയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 8-ാം അധ്യായം. സൂത്ര റോമാലേഖനം 8-ാം അധ്യായത്തിലെ പ്രസിദ്ധമായ ഒരു സബ്ജക്റ്റാണ് അത്. റോമർ 8-ന്റെ 18 മുതൽ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ബാക്കി ഭാഗം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അത് വേറെ സബ്ജക്റ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ വെളിപ്പെടുവാൻ ആദാം നഷ്ടപ്പെടുത്തിയ ഒരു തേജസ് ഉണ്ട്. ആ തേജസ് വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ. അപ്പൊ തേജസ്സിന്റെ ശരീരം പ്രാപിക്കാൻ പോകുന്ന എല്ലാവർക്കും കഷ്ടത അനിവാര്യമാണ്. കഷ്ടതയിലൂടെ അവർ കടന്നു പോകണം. കഷ്ടതയിലൂടെ അവർ തികഞ്ഞു വരും. കഷ്ടതയിലൂടെയാണ് അവർ ആത്മീയരായി മാറുന്നത്. പരിശോധനകളും പരീക്ഷകളും കഷ്ടതകളും ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തിനു അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ ക്രിസ്തുവിൽ തികഞ്ഞു വരുവാനാണ്. അവൻ ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന് അളവിലേക്ക് നടത്തപ്പെടാനാണ്. ഗുരുവിനെ പോലെ ശിഷ്യനാകേണ്ടതിനാണ്. കർത്താവ് കഷ്ടമനുഭവിച്ചെങ്കിൽ തൻ്റെ ശിഷ്യന്മാർക്ക് സമൃദ്ധി എന്ന് ഏത് വേദപുസ്തകം പഠിപ്പിക്കുന്നേ? ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിനങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിങ്ങൾ നിന്ന് സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഈ 15-16 വാക്യമാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. എന്താ 15-16 പറയുന്നത്? നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പല കാര്യത്തിൽ ഇടപെടുന്നതിനും ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. 4 കൂട്ടം കാര്യങ്ങൾ അവിടെ അടുത്ത് പറയുന്നത്. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം, ഇന്നത്തെ പാസ്റ്റർമാരും വിശ്വാസികളും കഷ്ടം അനുഭവിക്കുന്ന മുഴുവൻ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിലൂടെ അവർ കഷ്ടം അനുഭവിക്കുന്നത്. കുലപാതകൻ, സഹോദരനെ പായിക്കുന്നവൻ കുലപാതകനെന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാനത് നിങ്ങളെ വായിച്ച് ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സഹോദരനെ പായിക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകനാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നിങ്ങളിൽ ആരും കൊലപാതകമോ കള്ളനോ. കള്ളനാരാ? യോഹന്നാൻ തന്നെ അതിന് മറുപടി പറയണം. കൊലപാതകം എന്നുള്ള വിഷയത്തെക്കുറിച്ച്. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ ഒരു അഭിപ്രായം പറഞ്ഞു, നമ്മൾ കേട്ടല്ലോ. കൊലപാതകൻ ആരാ? സഹോദരനെ പായിക്കുന്നവൻ. 1 യോഹന്നാൻ 2-ന്റെ 4 അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പന പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പൊ കൽപ്പന പ്രമാണിക്കാതെ കിടന്ന് കഷ്ടം അനുഭവിക്കുക, സഹോദരനെ പകച്ചുകൊണ്ട് കഷ്ടം അനുഭവിക്കുക, അത് ക്രിസ്തുവിനുള്ള കഷ്ടങ്ങളല്ല. മനസ്സിലാക്കണം. കൊലപാതകനും ദുഷ്പ്രവൃത്തിക്കാരനുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഇടപെടുന്നതിനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ദുഷ്പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് ചേരാത്തത് മുഴുവൻ ദുഷ്പ്രവൃത്തികളാ. ഇന്നത്തെ ക്രൈസ്തവ കോളം ദുഷ്പ്രവൃത്തിയിൽ കിടന്നും തലകുത്തി മറിയുക. ഹല്ലേലൂയ. എന്നിട്ട് അത് നല്ല പ്രവൃത്തിയാണ്, നല്ല കാര്യങ്ങളെന്ന് സ്വയം പറഞ്ഞങ്ങ് ആശ്വസിക്കുക.
ചിന്തിക്കുക സഹോദരങ്ങളെ, നിങ്ങളിൽ ആരും 14, 15, 16 വാക്യങ്ങൾ, നിങ്ങളിൽ ആരും കൊലപാതകനോ ദൈവമക്കളെ പകയ്ക്കുകയും വിദ്വേഷിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു. കള്ളനോ വചനമനുസരിക്കാതെ ജീവിക്കുന്നത് കള്ളന്മാരാണല്ലോ. അങ്ങനെയല്ലേ യോഹന്നാൻ പഠിപ്പിക്കുന്നേ? കൊലപാതകമോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്ന മുഴുവൻ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരാ. നല്ല പ്രവൃത്തിയാണെന്ന് അവർക്ക് തോന്നും. അപ്പൊ കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനായിട്ടല്ല കഷ്ടത സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നതിനായിട്ടല്ല കഷ്ടത സഹിക്കേണ്ടത്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം നിങ്ങളുടെ മാറത്ത് നിങ്ങളുടെ കൈവച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്തിനു വേണ്ടി അനുഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രമക്കേടുകൾ കൊണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിന്റെ പാപങ്ങൾ കൊണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിന്റെ വചനത്തോടുള്ള മറുതലിപ്പ് കൊണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കാതെ ജഡത്തിന്റെ ചിന്തയിലും മാനുഷികമായ ഇടപെടലുകളും നിങ്ങൾ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാകാം. അങ്ങനെയാ പത്രോസ് പഠിപ്പിക്കുന്ന 4 കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ. കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ പരകാര്യത്തിൽ ഇടപെടുന്നതിനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ വചനം പറയുമ്പോൾ. എനിക്കൂടെ ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ ഈ പറഞ്ഞു വയ്ക്കുന്നേ. കഷ്ടത ആർക്കും ഇഷ്ടമല്ല. കഷ്ടതയുടെ മഹത്വം മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഈ ഭൂമിയിൽ വിരലിലെണ്ണാവുന്നവരെ കാണുള്ളൂ. ചിലപ്പോൾ ബഹുഭൂരിപക്ഷവും കഷ്ടത ഇഷ്ടപ്പെടുന്നവരല്ല, കഷ്ടതയുടെ മർമ്മം മനസ്സിലാക്കിയവരല്ല. തേജസ്സിന്റെ ശരീരത്തിന് വേണ്ടിയാണ് ഇവിടെ കഷ്ടപ്പെടുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൂലങ്കുഷമായി പഠിക്കുന്നവർക്കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ കഷ്ടതയുടെ മർമ്മം നിങ്ങൾ നന്നായിട്ട് ഗ്രഹിച്ചോണം. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും എല്ലാ ലേഖനങ്ങളും അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ കഷ്ടതയുടെ മർമ്മം അപ്പോസ്തലന്മാർ തരുന്നുണ്ട്. പ്രവൃത്തി പുസ്തകം ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ എൻ്റെ കാൽച്ചുവട് പിന്തുടർന്ന് മാതൃക വെച്ചു പോയിരിക്കുന്നു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. കണ്ടോ? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5:8-9 പുത്രനെങ്കിലും തന്നെ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഇവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി മാറി. അപ്പൊ അനുസരണം പിടിച്ച് തികയാൻ കഷ്ടത വേണം. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അനുസരണം പിടിച്ച് തികയാൻ കഷ്ടത വേണം. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കൂലങ്കുഷമായി പഠിക്കുമ്പോഴേ അത് കിട്ടത്തുള്ളൂ. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാ. എന്നാൽ ദൈവസഭയെ പഠിപ്പിച്ചത് അപ്പോസ്തലന്മാരാ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സഹജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. കർത്താവ് കൽപ്പിച്ചത് പ്രസംഗിച്ചാണ് കർത്താവിന്റെ ശിഷ്യന്മാരാക്കുന്നത്, മോശ പ്രസംഗിച്ചതല്ല. ഹല്ലേലൂയ. അതാണ് ലേഖനങ്ങൾ. ദൈവസഭയുടെ ഉപദേശം ലേഖനമാണ്. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദയും പറയുന്ന വചനങ്ങൾ കേട്ട് അനുസരിച്ചോ. അത് പിതാവിന്റെ വചനമാ. പിതാവെ നീ എനിക്കുന്ന വചനം ഞാൻ അവർ കൊടുത്ത്, നിന്റെ വചനം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 10, 18, 20 വരെയുള്ള വാക്യം ഒരു 10 പ്രാവശ്യം എല്ലാവരും ഒന്ന് വായിക്കണേ. കർത്താവ് വചനം അവരെ ഫലമേൽപ്പിച്ചു. നമ്മൾ ജീവിച്ചിരുന്ന കാലത്തല്ല കർത്താവ് വന്നത്. ഇന്നേക്ക് 20-25 തലമുറയ്ക്ക് മുമ്പുള്ള 20-25 പതിറ്റാണ്ട് മുമ്പുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2.5 നൂറ്റാണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് അവരെ വചനം ഫലിപ്പിച്ചിട്ട് കർത്താവ് കഷ്ടം അനുഭവിച്ച് മരിച്ച് സ്വർഗത്തിലേക്ക് പോയി. കർത്താവിന്റെ ശിഷ്യഗണങ്ങളെല്ലാം കഷ്ടത്തിലൂടെ കടന്നുപോയി.
കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയി. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയി. പുതിയ നിയമ വിശുദ്ധന്മാർ പ്രവാചകന്മാർ കഷ്ടതയിലൂടെ കടന്നുപോയി. ഇന്നത്തെ ഒരു ഗ്രൂപ്പിന് കഷ്ടത വേണ്ട. കഷ്ടത വേണ്ടെങ്കിൽ കർത്താവിന് നിന്നെയും വേണ്ട. കാരണം നീ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. കഷ്ടതയിലൂടെ നീ ശുദ്ധീകരണം പ്രാപിച്ചു വരുന്നില്ല. പിന്നെ എങ്ങനെ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റും? ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നതിനുമായിട്ടുമല്ല. പണ്ടൊരു സഹോദരന് വേറൊരു സഹോദരൻ 2-3 ലക്ഷം രൂപ മേടിച്ചു കൊടുത്തു. ഈ കാശ് കയ്യിൽ കിട്ടിയവൻ അതെല്ലാം അടിച്ചു പിടുത്തം കളഞ്ഞു. കാശ് ഒരു സഹോദരൻ വാങ്ങിക്കൊടുത്ത ആ സഹോദരൻ കൊടുത്ത സഹോദരൻ ഈ മീഡിയേറ്ററായിട്ട് നിന്ന സഹോദരോട് കാശ് ചോദിച്ചപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞു, എൻ്റെ ഇപ്പോൾ കാശൊന്നുമില്ല. കൊടുത്ത പുള്ളിക്ക് ഇപ്പോൾ കാശ് കിട്ടണം. പരകാര്യത്തിൽ ഇടപെടുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നെങ്ങനെയുണ്ട്? നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ട് അത് ഉള്ളത് കൊണ്ടാണ് 1%. പിന്നെ സഹോദരനെ പായിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ദുഷ്പ്രവൃത്തിക്കാരനായത് കൊണ്ടാണ്. 4 നിലയിൽ കൊലപാതകൻ, കള്ളൻ, ദുഷ്പ്രവൃത്തിക്കാരൻ, പരകാര്യത്തിൽ ഇടപെടുന്നവൻ, ഈ 4 നിലയിലുള്ള കഷ്ടതയാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം അനുഭവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തമുള്ള കഷ്ടതകൾ കുറവാ. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ സമൃദ്ധി വന്നു കഴിഞ്ഞല്ലോ. പിന്നെ സമൃദ്ധിയുടെ സുവിശേഷമാ. ജാഗരൂകരായിരിക്കാൻ, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഹല്ലേലൂയ. കഷ്ടതയുടെ മഹത്വം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ വിരാമമിടുകയാണ് ഇവിടെ. കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നതിനുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ആരാ ക്രിസ്ത്യാനി? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ, ദൈവഗ്രഹം എന്നുള്ള യഹൂദന്റെ കാര്യമാണ്. യഹൂദന്മാരെ കുറിച്ച് പറയുക, അത് ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? എന്താകാൻ ആ ഗതികെട്ട അവസ്ഥയാവും. എന്താ? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അങ്ങനെ ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ ഫലമേൽപ്പിക്കട്ടെ. ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുക, ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ കഷ്ടം സഹിക്കുക, സുവിശേഷ നിമിത്തം കഷ്ടം സഹിക്കുക, യേശുക്രിസ്തുവിൽ പ്രതി കഷ്ടം സഹിക്കുക, ഒരു ദൈവവൈതലായി ജീവിക്കുന്നതിലൂടെ കഷ്ടം സഹിക്കുക. ആ കഷ്ടതയെ ശാസിച്ചകറ്റിയേക്കുന്ന ഇന്ന് ഒരു പുള്ളി ശാസിച്ചകറ്റി കഷ്ടത പോയി കോടിക്കണക്കിന് ഒരു വീട് വന്നു, കാറും വന്നു, കാറുകളും വന്നു. സ്വത്രം. കുടുംബജീവിതം കുഴഞ്ഞ് നാശകൂശമായി തീർന്നെന്ന് പറഞ്ഞു കേട്ട് ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുക ദൈവമക്കളെ. അതുകൊണ്ട് കഷ്ടതയാരും ശാസിക്കല്ലേ, കഷ്ടതയാരും തള്ളിക്കളയല്ലേ. ദൈവം നിന്നെ കഷ്ടതയോട് കടന്നുവിടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിൽ തികഞ്ഞു വരുവാനാ, ദൈവത്തിൻ്റെ സമൃദ്ധമായ പ്രായത്തിലേക്ക് നീ നടത്തപ്പെടാനാ, നീ ഒരു ആത്മീയനായി തീരാനാ, നീ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിന്നിൽ വരാനാ, ക്രിസ്തുവിൻ്റെ മനസ്സ് നിന്നിൽ വരാനാ, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനാ. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം, 3 കാര്യങ്ങൾ, 3 വാക്യങ്ങളുണ്ട്. അത് നമ്മളിൽ ഉണ്ടാകണം. അതിനാണ് ഈ വചനപ്രഘോഷണം നടത്തുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഒത്തിരി എനിക്ക് എലാർജി ചെയ്ത് പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ടെങ്കിലും നിങ്ങളുടെ വലിയൊരു സമയത്തെ കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഷ്ടത ഏത് നിലയിൽ വന്നാലും അത് സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിലെ ക്രമക്കേട് കൊണ്ടാണെങ്കിൽ, സഹോദരനെ പായിക്കുന്നത് കൊണ്ടാണെങ്കിൽ, പിന്നെ കള്ളനായി തീർന്നുകൊണ്ടാണ് കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ കള്ളനാരാ? അതിനനുസരിക്കാത്തവൻ. പത്രോസിന്റെ ഭാഷയിൽ ദുഷ്പ്രവൃത്തിക്കാരനോ പരകാര്യത്തിൽ ഇടപെടുന്നവനോ ആയിട്ടാണ് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ആ വിഷയങ്ങൾക്ക് ഒരു ക്രമീകരണം വരുത്തുക.
എന്നിട്ട് ക്രിസ്തു നിമിത്തം കഷ്ടം അനുഭവിക്കുക. ഗോതമ്പൊടി നിലത്ത് കൊണ്ട് ചാകുന്നതിൽ തനിയിരിക്കും, ചത്തുവെങ്കിൽ വളരെ വിളവുണ്ടാകും. ഒരു സ്തെഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ 10,000 സ്തെഫാനോസിന്റെ ശക്തിയോടെ ഒരു മനുഷ്യനോട് എഴുന്നേറ്റു. അതാണ് ശൗൽ, പൗലോസ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരത്തിനെ ജയിക്കുകയില്ല. സഭ കർത്താവിൻ്റെ വകയാ. സഭ പണിയപ്പെടുന്നത് കഷ്ടതകളിലും ബുദ്ധിമുട്ടിലും ഞെരുക്കങ്ങളിലൂടെയാണ്. അവിടെ അതെല്ലാം അനുഭവിച്ച് സന്തോഷത്തോടെ കണ്ണിമിക്കുന്നതിനിടയിൽ നമ്മളെല്ലാം രൂപാന്തരം പ്രാപിക്കും, ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ വ്യാകുലപ്പെടണം? അതുകൊണ്ട് കഷ്ടതയുടെ മഹത്വം തിരിച്ചറിയുക. ഒത്തിരി കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് പറയാനുണ്ടെങ്കിലും സമയം മുൻപില്ലായിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തുക. ഇപ്പം തന്നെ സമയം കൂടിപ്പോയി. കഷ്ടതയുടെ മർമ്മം എന്താണെന്ന് വരും കാലങ്ങളിൽ നമ്മൾ പഠിക്കും, ഗ്രഹിക്കും. അതുകൊണ്ട് കഷ്ടതയിൽ ആരും പതറിപ്പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, കുലുങ്ങിപ്പോകാതെ കഷ്ടതയിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ ഇങ്ങനെ കാണുന്നു. സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ്: ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുപിടിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഇളകിപ്പോകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരമുള്ളവരുമായി അവൻ്റെ മുൻപാകെ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. ഹല്ലേലൂയ. എന്താ ഇവിടെ എഴുതി വച്ചേക്കുന്നത്? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകിപ്പോകരുത്. എങ്ങനെയാണ് ഇളകുന്നത്? കഷ്ടത വരുമ്പോൾ, പരിശോധന വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ, വെല്ലുവിളി വരുമ്പോൾ ഇളകരുത്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വിടുപണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരമുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപാകെ നിൽക്കും. ദുഷ്ടസാത്താൻ അയക്കുന്ന തീയമ്പുകൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ അത് ദൈവപ്രകാരമുള്ള കഷ്ടതയാണ്. പക്ഷെ ഇവിടെ പത്രോസ് പറയുന്നത് കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ട സഹിക്കേണ്ടത്. ഇന്നത്തെ നല്ലൊരു ശതമാനം ദൈവമക്കളെന്ന് പറയുന്നവർ അവർ കള്ളന്മാരായി, ദുഷ്പ്രവൃത്തിക്കാരായി, പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടാണ് അവർ കഷ്ട സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ട സഹിക്കാം, സുവിശേഷകനായതുകൊണ്ട് കഷ്ട സഹിക്കാം, ഒരു പാർശ്വം എന്നുള്ള നിലയിൽ കഷ്ട സഹിക്കാം. നമ്മളെവിടെയെങ്കിലും ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തെ വികലമാക്കി നമുക്കെതിരെ കമൻ്റ് ഇടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായെങ്കിൽ നമ്മൾക്ക് എത്ര അനിവാര്യം. കണ്ണുകളുടെക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പത്രോസിൻ്റെ 1 ലേഖനം 4-ാം അധ്യായം ഒരു ചെറിയ നിലയിൽ ഞങ്ങൾക്ക് പഠിക്കാനിടയായി. ഈ കേട്ട വചനങ്ങൾ കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും രൂപാന്തരവും അനുഗ്രഹവും നന്മയും വിടുതലുമായി ഭവിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു ഒരുങ്ങട്ടെ. അതിനായി കർത്താവ് സഹായിക്കുന്നുണ്ട്. സ്തോത്രം. മുഴുവകത്വവും പിതാവിന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കണ്ണോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ.